ആക്ടർ മനോജ് കുമാർ, ബീന ആൻ്റണിയുടെ ഭർത്താവ്, ആക്ടറാണ്, അതേപോലെ തന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. യൂട്യൂബ് ചാനൽ വഴിയും അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജ് വഴിയും ഒരുപാട് ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്ന വാക്കുകളോട് അത്രയധികം യോജിപ്പുള്ള ആളുകളാണ് നമ്മളിൽ പലരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. കാരണം ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്, കിച്ചുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ്. അതുകൂടാതെ മറ്റൊരു വ്യക്തി ഇന്റർവ്യൂ കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം തന്നെയാണെന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് ഇവിടെയുള്ള മനുഷ്യന്മാരെല്ലാം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനോജ് കുമാർ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ കാണണം, കേൾക്കണം, ഷെയർ ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, കമന്റ് ചെയ്യണം. അത് മുന്നേ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാണാം. അത്യാവശ്യം ഒരു ചെറിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു അനുഗ്രഹീതനായ കലാകാരൻ്റെ, നമ്മളെയൊക്കെ വിട്ടുപോയ ഒരു അപകടത്തിൽ വിട്ടുപോയ, നമ്മളെയൊക്കെ കൂടെ ചിരിപ്പിച്ച മിമിക്രി കലാകാരൻ, ചലച്ചിത്ര നടൻ, സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയൊക്കെ വളരെയധികം ആരാധകരെ നേടിയ കൊല്ലം സുധി, അദ്ദേഹത്തിൻ്റെ മരണം ഒരു വല്ലാത്ത എന്താ പറയുക, ഒരു ഞെട്ടലുളവാക്കിയ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ അതിനുശേഷം പിന്നീട് കൊല്ലം സുധി വളരെയധികം ചർച്ചാ വിഷയമായി. കൊല്ലം സുധിയുടെ ഫാമിലിയും എല്ലാവരുടെ ഇടയിലും ചർച്ചാ വിഷയം. നമുക്കൊക്കെ അറിയാവുന്ന കാര്യം. സുധിയുടെ ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്നാണ് കൂടുതൽ ജനങ്ങൾ അറിയുന്നത്. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളും കോൺട്രവേഴ്സിയും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ അത് പറയേണ്ട ആവശ്യമില്ല. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കിച്ചു. അതായത് സുധിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകൻ. അമ്മയെ വളരെ ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ അമ്മ അവനെ വിട്ടുപോയി. സുധി അച്ഛനാണ് വളർത്തിയത്. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ രണ്ടമ്മമാർ വന്നെങ്കിലും ഈ പത്തമ്മ ജമിഞ്ഞാലും പെറ്റമ്മയാവില്ല എന്ന് പറയുന്ന പോലെ അതൊക്കെ അവൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞ ജേണി അങ്ങനെയായിരുന്നു. അച്ഛനും കൂടെ പോയതോടെ അവൻ പരിപൂർണ്ണമായി അനാഥനായി. അവനെ അച്ഛൻ്റെ രക്തത്തിൽ പറഞ്ഞൊരു അർത്ഥ സഹോദരൻ അവനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വേദം കൊണ്ടല്ല, ഒരുപാട് ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഇൻട്രോ ആണത്. കിച്ചുവിന്റെ ഒരു വീഡിയോ കണ്ടു അദ്ദേഹം ഞെട്ടിത്തരിച്ചു പോയി എന്നാണ് പറയുന്നത്. അത്രയും ചെറുപ്പത്തിൽ ഒരു ബിസിനസ് റണ്ണ് ചെയ്യാനുള്ള ആ ഒരു വിൽ പവർ ഒരുപാട് ആളുകൾ, ഒരുപാട് കുട്ടികൾ വഴിതെറ്റി പോകുമ്പോഴും എല്ലാ കഷ്ടപ്പാടിൽ നിന്നും രക്ഷപ്പെട്ട്, എല്ലാ ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ആ പയ്യൻ മുന്നോട്ട് വെക്കുന്ന ഒരു ആർജവമുണ്ട്, പടപൊരുതാനുള്ള ആർജവം. അതാണ് മനോജ് കുമാർ പറഞ്ഞു വെക്കുന്നത്. അതിലൊരുപാട് അമ്മമാർ പറയാൻ ആഗ്രഹിച്ച വാക്കുകൾ കൂടിയുണ്ട്. കാണാം. സുധി എനിക്ക് തോന്നുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെട്ടത് മരിച്ചതിന് ശേഷം. അത് പല രീതിയിൽ, നല്ല രീതിയിലും എല്ലാം ആളുകൾക്ക് സുധിയുടെ മരണത്തെ, സുധിയെ കണ്ടത്, അല്ലെങ്കിൽ സുധിക്ക് ആ കുടുംബത്തിന് എന്തെങ്കിലും ചെയ്യണം, സുധിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തകളും അതൊക്കെ നമുക്കറിയാം. പിന്നെ അതോടൊപ്പം തന്നെ വിവാദങ്ങളും വന്നിട്ടുണ്ട് സുധിയുടെ പല കാര്യങ്ങളും ചൊല്ലി. പക്ഷേ ഇവിടെ ഒന്ന് ഈ മകൻ അച്ഛൻ്റെ മരണത്തെ ഒരിക്കലും ദുരുപയോഗം ചെയ്തിട്ടില്ല, ചൂഷണം ചെയ്തിട്ടില്ല. കാരുണ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സിമ്പതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അതിനെ വെച്ച് എന്താ പറയുക, അതിനെ വെച്ചിട്ട് അവനൊന്നും ചെയ്തിട്ടില്ല. അവൻ വളരെ എന്താ പറയുക, അവനിലേക്ക് തന്നെ ഒതുങ്ങി ജീവിക്കുന്ന, അല്ലാണ്ട് സുധിയുടെ മരണത്തെ അവനൊരിക്കലും എടുത്തിട്ട് അവന് ജീവിക്കാനുള്ള ഒരു വരുമാനമാക്കിയൊന്നും അവൻ മാറ്റിയില്ല. അപ്പോൾ അതൊക്കെ അവൻ്റെ ഒരു ക്വാളിറ്റി. ഇത് തന്നെയാണ് നമ്മൾ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്നും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ നമുക്കെതിരെ ചില ആളുകൾക്ക് വല്ലാണ്ട് പൊള്ളുന്നു. എന്നാൽ പറയേണ്ടവർ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടോ? അതോ തണുത്ത വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത് പോലെയാണോ തോന്നുന്നത്? ഇദ്ദേഹം കൃത്യമായിട്ട് തന്നെയാണ് പറയുന്നത്. കിച്ചു എവിടെയും കൊല്ലം സുധിയുടെ പേര് പറയുന്നില്ല, കൊല്ലം സുധിയെ വിറ്റ് ജീവിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നേരെ തിരിച്ച് മറ്റുള്ള വ്യക്തികളെക്കുറിച്ച് കൂടുതലായിട്ട് പറയണോ? കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ അല്ലേ? ഇവിടെ കഴിഞ്ഞ ദിവസം കിച്ചുവിൻ്റെ ഒരു ഇന്റർവ്യൂ വന്നു, ഒരു പോഡ്കാസ്റ്റ് വന്നു. അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയെ നോവിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ലല്ലോ. അതാണ് ക്വാളിറ്റി. ഇത് തന്നെയാണ് നമ്മളും പറയുന്നത്. പക്ഷെ പയ്യനെ കുറിച്ച് ഒരുപാട് വന്നിട്ടുണ്ട് ആരോപണങ്ങൾ, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അവനതിനൊക്കെ വളരെ പക്വതയുടെയും പാകതയുടെയും തന്നെ നേരിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവനെ കാണുമ്പോൾ അത്ഭുതം തോന്നാതെ, ഈ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടൊരു മക്കൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മനസ്സായിരിക്കും അവർക്ക്. കാരണം അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ അവന് പരിപൂർണ്ണ സ്നേഹവും സംരക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അച്ഛനമ്മ എന്ന് പറയുന്നത് അതൊരു വലിയ അത് നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് അതിൻ്റെ വില അറിയുള്ളൂ. അപ്പം ഞാനിപ്പോൾ പറയാൻ കാരണം, ഇപ്പോൾ ഈ അടുത്തിടെ ഇങ്ങനെ ഒരുപാട് വാർത്തകൾ, ഇപ്പം ഇന്ന് തിങ്കളാഴ്ച ഒരു വാർത്ത, അമ്മയുടെ തലക്കടിച്ചു മകൻ, ഒരു അമ്മയുടെ തലക്കടിച്ചു കൊന്നു, പെറ്റമ്മയുടെ. ഇന്നലെ അച്ഛനെ തലക്കടിച്ചു കൊന്നൊരു മകൻ. പിന്നെ അതിന് മുമ്പ് ഒരു അച്ഛനെ അമ്മയും കൊന്നൊരു മകൻ. ഇതൊക്കെ ചെറുപ്പക്കാരാണ്, 20-22 വയസ്സൊക്കെ ഉള്ള പിള്ളേരാണ് ഈ പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയില്ല. അതിന് മുമ്പ് അപ്പോൾ തന്നെ ഞാൻ കേട്ടൊരു അമ്മയുടെ മാല അവനും മകനും കൂട്ടുകാരനും കൂടെ വീട്ടിൽ നിന്ന് കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് പോയി. കണക്കത്തിന് പിടിച്ച് എല്ലാം ഉണ്ട് അഴിക്കുള്ളിൽ. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭയാനകമായ ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഈ കുട്ടികൾ ഈ പ്രായത്തിലുള്ള പിള്ളേർ ഇങ്ങനെ ആയിപ്പോകും? അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഇപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ, അവർക്ക് ലാവിഷായിട്ട് ജീവിക്കാൻ പൈസ വേണം. അച്ഛനമ്മ എന്നൊക്കെ പറയുന്നത് ഒരു ATM പോലെയാണ്. അത് പൈസ കൊടുത്തില്ലെങ്കിൽ ATM തല്ലിപ്പൊളിക്കുന്ന പറഞ്ഞ അവസ്ഥയാണ്. ലഹരിക്ക് അടിമപ്പെടുക, അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള മനസ്സ്, ക്രൂരമായ മനസ്സ്, മൃഗങ്ങൾ പോലും മാറി നിൽക്കുന്ന അത്രയും വലിയൊരു എന്താ പറയുക, മൃഗങ്ങൾ പോലും ചെയ്യില്ല അങ്ങനെയൊന്നും. അതുപോലത്തെ മനസ്സാണ് ഈ മനുഷ്യർക്കുള്ളത്. ഈ തലമുറയ്ക്ക് എന്ത് പറ്റി?
ഇവിടെ നമ്മളിത് നമ്മളുടെ മകനെ നമ്മുടെ വീട്ടിലൊരു 20-22 വയസ്സുള്ള ഒരു മകനുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. ആ മകനെ പോലും നമുക്കിങ്ങനെ ഭീതിയോടെ കാണേണ്ട അവസ്ഥയാണ്. കാരണം ദൈവമേ നമ്മളെ വല്ല ആക്രമിക്കുമോ, നമ്മളെ കൊല്ലുമോ? കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യാല്ലേ. അതെ, നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ തന്നെയാണ്. ഒരു വീട്ടിൽ 5 പേരെ ചുറ്റിക കടിച്ചു കൊന്ന അഫാനെ പോലെയുള്ള ആളുകളുള്ള നാടാണ്. കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ആളുകളുള്ള നാടാണിത്. നമ്മുടെ മക്കളെ നമ്മൾ കാത്തു സൂക്ഷിച്ചിട്ടില്ലെന്നെങ്കിൽ വലിയ പ്രശ്നമാണ്. നമ്മുടെ മക്കൾ ഏത് രീതിയിൽ പോകണം എന്നൊരു 17 വയസ്സ് വരെയെങ്കിലും നിങ്ങൾ നോക്കണം എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ നമുക്കൊന്നും പറയാനില്ല. അവരുടെ സ്വാതന്ത്ര്യം എന്നൊക്കെ 17 വയസ്സ് വരെ അല്ല 18 വയസ്സ് ആകുന്നത് വരെയെങ്കിലും നമ്മൾ നോക്കിയില്ലെങ്കിൽ പ്രശ്നമാണ്. ഇവിടെ പല ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ അച്ഛനും അമ്മയും ചിലപ്പോൾ മക്കളെ നോക്കാനുള്ള സമയം കണ്ടെത്തില്ല. ചിലപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവായിരിക്കാം. ആ സമയത്ത് മക്കൾ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലൊക്കെ ഒരു റൂം അടച്ചിട്ട് ഇരുന്ന് അവരുടെ ലൈഫ് കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയിലേക്ക് എത്താറുണ്ട്. അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ചിട്ട് കിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒന്നും മറച്ചു വെച്ചിട്ടില്ല, ആ പയ്യനെല്ലാം തുറന്നു പറയുന്നു. എന്നാൽ ചില ആളുകൾക്കൊന്നും തുറന്നു പറയാൻ വയ്യ, വായിട്ട് നാക്കിട്ടടിക്കാൻ വല്ലാണ്ട് ഒരു വ്യഗ്രതയാണ്. ഇവിടെയാണ് ഞാൻ ഈ കിച്ചു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ്റെ സത്യം പറഞ്ഞാൽ അവന് വഴിതെറ്റി പോകാനുള്ള എല്ലാ ചാൻസ് ഉണ്ടായിട്ടും അവൻ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവനെ കണ്ടിട്ടുമില്ല. പക്ഷേ അവൻ ഇന്ന് അവനെ ഇരിക്കുന്നതും സംസാരിക്കുന്നതും കാണുമ്പോൾ അറിയാം വളരെ പാകതയും പക്വതയുള്ള ജീവിതത്തിനെക്കുറിച്ച് ഒരുപാട് വീക്ഷണമുള്ള, സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കണം, പഠനം പൂർത്തിയാക്കണം, സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, കുറച്ച് സ്വപ്നങ്ങളുണ്ട് അവന്. അതൊക്കെ അവന് ചെയ്യണം എന്നുള്ള അതിന് വേണ്ടിയിട്ട് അവനിൽ എന്താണ് കഴിവുള്ളത് അത് വെച്ച് അവൻ ചെയ്യുന്നു. അല്ലാണ്ട് ആരും അച്ഛൻ്റെ മരണത്തെ ചൂഷണം ചെയ്ത് അച്ഛൻ്റെ മരണത്തിൻ്റെ പേര് പറഞ്ഞ് കാരുണ്യം കൈപ്പറ്റാനോ ക്യാമറകളൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ, എന്നെ ഒന്ന് എടുക്കൂ, എന്നെ ഒന്ന് എടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടൂ, എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി എങ്ങനെയെങ്കിലൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റി അങ്ങനെ പോകുന്ന ഒരാളൊന്നും അല്ലാതെ. അതൊക്കെ ഇങ്ങനെ നമുക്കറിയാലോ, സമൂഹത്തിൽ അങ്ങനെ കുറേ ആളുകളുണ്ട്. അതിനെ ചൂഷണം ചെയ്യുക, എന്നിട്ട് സഹതാപം ഉണ്ടാക്കുക, സിമ്പതിയുടെ പുറത്ത് കുറച്ച് ഡോളേഴ്സ് എന്ന് പറയുന്ന പോലെ സിമ്പതിയുടെ പുറത്ത് ഇങ്ങനെ ജീവിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർ. അവർക്ക് ഈ പറഞ്ഞ കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. കുറച്ച് നാൾ ക്യാമറകൾ കണ്ടില്ലെങ്കിലോ ക്യാമറകളില്ലെങ്കിലോ അവർക്ക് അസ്വസ്ഥത, അപ്പോൾ തന്നെ ആരെങ്കിലും വിളിക്കും, ഒരു ഇൻ്റർവ്യൂ നടത്തുക, അല്ലെങ്കിൽ ഒരു ഉഗ്രൻ കോൺട്രവേഴ്സി, ഒരു വിവാദം ഉണ്ടാക്കുക, എന്നിട്ട് അതൊന്ന് ചർച്ച ചെയ്യുക എല്ലാവരും. അങ്ങനെ അവർക്ക് ജീവിതത്തിൽ സമൂഹത്തിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. എന്നിട്ട് ആളുകളുടെ സിമ്പതി വാങ്ങിച്ചു പറ്റിയിട്ട് വേണം ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടും കാൽക്കുലേറ്റ് ചെയ്ത് ജീവിക്കുന്നവർ. പക്ഷേ ഇന്ന് ഈ കള്ളത്തരങ്ങളും കള്ളനാണയങ്ങളൊക്കെ കാലം തിരിച്ചറിയും. അത് ഈ സപ്പോർട്ട് ചെയ്തവർ തന്നെ മനസ്സിലാക്കുന്നത്. എന്തിനേയും വെച്ച് സഹതാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതൊന്നും അത്ര നല്ലതല്ല. പക്ഷേ ഇവൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇവൻ അതൊന്നും ചെയ്യുന്നില്ല. അതാണ് ഇവൻ്റെ ക്വാളിറ്റി. ഇത് നിങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യമല്ലേ? നിങ്ങൾ ഇന്നും കമൻറ്റ് ബോക്സിൽ പോയിട്ട് പറഞ്ഞ കാര്യമല്ലേ? ഇത് ഞാൻ പറയുമ്പോൾ പ്രശ്നം, മറ്റുള്ള ആളുകൾ പറയുമ്പോൾ പ്രശ്നം, ഇദ്ദേഹം പറയുമ്പോൾ പ്രശ്നമാവില്ല. കാരണം കൃത്യമായ വീക്ഷണത്തോട് കൂടിയിട്ട് തന്നെയാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് വീഡിയോ ഒന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടില്ലല്ലോ. ഒരൊറ്റ വീഡിയോ ചെയ്തിട്ടുള്ള വീഡിയോ വല്ല വൃത്തിയിൽ ഓരോ മലയാളികളും പറയാൻ ആഗ്രഹിച്ച കാര്യമാണ്. ആരാണ് ആ സംഭവം വിറ്റ് കാശാക്കിയത്? ആരാണ് ആ സംഭവം വിറ്റ് വൈറലാവാൻ ശ്രമിച്ചത്? ആരാണ് ഇന്നും അതേ വഴി പിന്തുടരുന്നത്? പേര് ഞാൻ പറയുന്നില്ല. പിന്നെ നിങ്ങളിടുന്ന കമൻറ്റിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം കേട്ടോ. അതങ്ങനെയാണ്. വെറുതെ എന്തിനാ വെറുതെ പണി തരല്ലേ പ്ലീസ്. ഇന്നത്തെ ചെറുപ്പക്കാരൻ കണ്ടുപിടിക്കട്ടെ അവൻ്റെ ഈ ഒരു ആർജവം. അവനൊരു വീട് പണിയണം, അവനൊരു സ്ഥലം വാങ്ങിക്കണം, ഈ വർഷമെങ്കിലും എനിക്ക് അടുത്ത വർഷമെങ്കിലും എനിക്കൊരു സ്ഥലം വാങ്ങിക്കണം. അവൻ്റെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളിലേക്ക് അവൻ വെറുതെ ഇരിക്കുകയല്ല. അവൻ അതും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എനിക്ക് താന്ന് പറഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് അവൻ ഓരോന്ന് സംരംഭങ്ങൾ തുടങ്ങുന്നു. അവൻ്റേതായ രീതിയിൽ അവൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അവൻ അത് ചെയ്താണ് അവൻ പോകുന്നത്. അത് അവൻ്റെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ചെറുപ്പക്കാർക്ക് ഒരു മാതൃകയാണ്. അവനൊരു 10 കാശ് അവൻ്റെ സ്വന്തം കാലിൽ നിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അത് ആരെയും വിറ്റിട്ടോ ആരെയും ചൂഷണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് പൊന്നുമോനെ കിച്ചു, നിനക്കുണ്ടടാ ഒരു നിന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. ഞാൻ അതിനൊന്നുമല്ല. കേരളത്തിൽ ഒരുപാട് പേര് നിന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, സുധിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ നിനക്ക് തീർച്ചയായിട്ടും നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നെ സ്നേഹിക്കുന്നവർ, നിനക്ക് അനുഗ്രഹം തരുന്നവർ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഒരു പിതാവിനെ പോലെ അല്ലെങ്കിൽ പിതൃസ്ഥാനത്ത് അതുപോലെ കണ്ട് നിന്നെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അത് തീർച്ചയായിട്ടും നിനക്ക് എൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. നിന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ നിനക്ക് പൂവണിയട്ടെ മോനെ. നീ ഒരു യുവതലമുറയ്ക്ക് ഒരു മാതൃകയായി നീ മാറണം. അച്ഛനും അമ്മയും ഇല്ലെങ്കിലും അനാഥനാണെങ്കിലും ഞാൻ ഇങ്ങനെ ജീവിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ല വഴികളിലൂടെ പോയി, യാതൊരു മോശം കൂട്ടുകെട്ടുകളിലോ അല്ലെങ്കിൽ മോശം വഴികളിലൂടെ പോവാതെ യുവതലമുറയ്ക്ക് നീ ഒരു മാതൃകയായി മാറണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നിന്റെ അച്ഛൻ്റെ വീട്ടുകാർക്ക് നീ ഒരു അഭിമാനമായിട്ട് മാറണം. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് കിച്ചുവിനോട് പറയാനുള്ളത്. കിച്ചു, അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കിച്ചു മുന്നോട്ട് പോവുക. എല്ലാവരുടെയും എല്ലാവിധ പിന്തുണകളും നിനക്കുണ്ടാവും തീർച്ചയായിട്ടും. ആ വാക്കുകളിൽ എവിടെയും ഒരു സ്ലിപ്പ് പോലും ആയില്ല. നിങ്ങൾ കേൾക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത പേരിലേക്ക് അദ്ദേഹം പോയില്ല. കൃത്യമായിട്ട് അവനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി സംസാരിച്ചു, അവന് വേണ്ടി സംസാരിച്ചു. തെറ്റിലേക്ക് പോവാതെ എല്ലാവർക്കും ഒരു മാതൃകയായിക്കൊണ്ട് തന്നെ നീ മുന്നോട്ട് പോകണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അതേ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ്. പല ആളുകളും അത് ഉപയോഗിക്കുന്നു. പക്ഷേ എന്തെങ്കിലും തെറ്റുകൾ എല്ലാവർക്കും പറ്റാതിരിക്കുകയോ? പറ്റിയിട്ടുണ്ടാവും. ആ തെറ്റുകൾ തിരുത്തുമ്പോൾ പിന്നെ നമ്മൾ ആ തിരുത്തിയ തെറ്റ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ആളുകളെ ജയിലിലിടുന്നത്? ജയിലിലിടുന്നത് തന്നെ അയാൾ ആ കുറ്റം ചെയ്തതിൽ പശ്ചാത്താപിക്കാനും അതിൽ നിന്നൊരു മുക്തി നേടാനും കൂടി തന്നെയാണ്. അല്ലാതെ ഒരാളെ അങ്ങ് തീർക്കാനല്ല. എത്രയോ വധശിക്ഷകളൊക്കെ റദ്ദാക്കപ്പെട്ടത് എങ്ങനെയാണ്? ഈ ജയിലിലിടുന്ന ആളുകളെ
ശിക്ഷവിമുക്തമാവുന്ന അവസ്ഥകളിൽ പിന്നെയും നമ്മൾ കുറ്റം പറയുമ്പോഴാണ് കള്ളൻ്റെ മക്കൾ കള്ളനാണെന്ന് പറയുന്നത് പോലെ കള്ളൻ്റെ മക്കൾ ചിലപ്പോൾ ഒരിക്കലും കള്ളനാവില്ല. പക്ഷേ നിൻ്റെ അച്ഛൻ കള്ളനാണ് അതുകൊണ്ട് നീയും കള്ളനാണെന്ന് പറയുന്ന ഒരു തിട്ടൂരുണ്ടല്ലോ, ആ തിട്ടൂരം അത് മനുഷ്യന്മാരെ വല്ലാണ്ട് ദ്രോഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവൻ ചെറുപ്പത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബുദ്ധി ഉറക്കാത്ത കാലത്ത് ഇതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തിരുത്തേണ്ടതാണ്. തിരുത്തിയ വിഷയമാണെങ്കിൽ പിന്നെ അത് വിളിച്ച് പറയരുത്. നിൻ്റെ സ്വഭാവം എനിക്കറിയാം, ഞാനത് പുറത്ത് വിടും, അല്ലെങ്കിൽ നീ അന്ന് അങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അവൻ ഇന്ന് ഏത് രീതിയിൽ നടക്കുന്നു എന്നല്ലേ നോക്കേണ്ടത്. കൃത്യമായ പോയിന്റാണ് പറഞ്ഞത്. ഒരു ഭാഗം കൂടി കേൾക്കാം. നിന്റെ സ്വപ്നങ്ങൾ ചിറക് വിരിഞ്ഞ് പറക്കാൻ നിനക്ക് കഴിയട്ടെ. വേറെ ഇതിനൊന്നും നമ്മൾ മോശമായ വഴിയില്ല. സത്യധർമാദികൾ നീതികളെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മളെപ്പോഴും ജീവിക്കാൻ. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്കതിൻ്റെ ഗുണം കിട്ടും. പാകതയും പക്വതയൊക്കെ നിനക്ക് നല്ല നിന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വ്യത്യാസമുണ്ട്. കാരണം ഭയങ്കരമായിട്ട് പ്രായത്തേക്കാൾ അപ്പുറമുള്ള പാകതയും പക്വതയുണ്ട്. ഒരുപാട് പ്രായമായിട്ടും ഇതൊന്നും വരാത്തവരെയും നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. അതൊന്നും ഞാനിപ്പോൾ ഇതിലേക്കൊന്നും കൂടുതലൊന്നും ഞാൻ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ നിന്റെ ഇൻ്റർവ്യൂ പോഡ്കാസ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതൊരു നല്ലതാണ്, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏതൊരു മച്ചാൻസ് വ്ലോഗ് അങ്ങനെ ഒരു ചാനലിലാണ്, ഒരുപാട് പേര് അത് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കിച്ചോ, അച്ഛൻ്റെ അനുഗ്രഹം, സുധിയുടെ അനുഗ്രഹം നിനക്ക് എന്നും ഉണ്ടാവുക. സുധിയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം നിനക്ക് എന്നും ഉണ്ടാവും സപ്പോർട്ടായിട്ട്. അത്രമാത്രം ചിന്തിച്ചാൽ മതി. ബാക്കിയൊന്നും നീ നോക്കേണ്ട. ആരോപണങ്ങൾ, കല്ലെറിയുന്നവർ എന്തും ചെയ്തോട്ടെ, ഇതൊക്കെ കാലം തെളിയിക്കുന്ന കാര്യങ്ങളാണ്. കല്ലെറിയുന്നവൻ എന്ന് എറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക, അവസാനം കൈയടയ്ക്കുമ്പോൾ നിർത്തിക്കോളും. നീ അതിലൊന്നും തളരാൻ നിൽക്കാതെ ദൈവത്തെ മനസ്സിൽ വിചാരിച്ച്, നിന്റെ അച്ഛനെ മനസ്സിൽ സ്മരിച്ച് നിന്റെ എല്ലാ നന്മകളിലേക്ക് നീ കിടക്കുക. വേറെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും ജീവിക്കുമ്പോൾ വഴിതെറ്റി പോകാതെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോഴേ നീ ഒരു മാതൃകയാവുള്ളൂ. യുവതലമുറയ്ക്ക് നീ ഒരു മാതൃകയാവട്ടെ. താങ്ക് യു. അച്ഛൻ്റെ ആത്മാവ് നിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നല്ല വഴിയിലൂടെ മുന്നോട്ട് പോവുക. ഞങ്ങൾക്കും അത് തന്നെ പറയാനുള്ളത്. കുരയ്ക്കുന്ന ആളുകൾ അവിടെ കിടന്ന് കുരയ്ക്കും, കല്ലെറിയുന്നവർ കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ ലക്ഷ്യം വേറെയാണ്, നിന്നെ തകർക്കുക എന്നുള്ളതും. അതിലൂടെ എയറിൽ നിന്ന് എയറിലേക്ക് കയറി 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 എന്നും മെയിൻ സ്ട്രീമിൽ നിലനിൽക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ ഇൻ്റർവ്യൂ കണ്ടതല്ലേ നമ്മൾ? ആ ഇൻ്റർവ്യൂ ചെയ്ത ആളെ ഒരു ചേച്ചി വിളിച്ച് സംസാരിച്ച ഓഡിയോ നമ്മൾ കേട്ടതല്ലേ? അത്രേ പറയുന്നുള്ളൂ. പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.